ഇവിടെ എന്തോ പാചകമാണ്. എന്തോക്കളെ മാമി കണ്ട് ചാച്ചിയോട് പറഞ്ഞു. ഇതുകൊണ്ട് ചാച്ചി വിളിക്കുന്നു. എടുത്തിട്ട് അച്ചാച്ചിയെ കാണിച്ചു മൈക്കി കൂടെ പാടും. അസ്ഥിക്കുള്ളിൽ നീയ അത്ര രണ്ട് വരിയ കുഞ്ഞു പാടത്തുള്ളൂ. നല്ല പാട്ട്, നല്ല പാട്ട്. ഗുഡ് ബോയ് കേട്ടോ, ഗുഡ് ബോയ്. ഇച്ചിരി ചാരി അമ്മ ഞാനിതും കേട്ടോണ്ടിരുന്നുള്ളേ. ഞാൻ ഇത് കേട്ടോണ്ടിരുന്ന മഴ അങ്ങോട്ട് എന്തോ അത് എനിക്കറിയത്തില്ല എന്തുവാണ്. ഇവിടെ വന്ന് സെലക്ട് ചെയ്തൊന്നും നീ അറിഞ്ഞില്ലേ? അപ്പൊ പോട്ടെ, പോ കേറ. ആ പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേണ്ട, കെട്ടണ്ട, അതഴിക്കണ്ട. നമ്മുടെ പ്രിയപ്പെട്ട ഒരാള് ഗിഫ്റ്റ് തന്നതാ കേട്ടോ. ഇത് മാത്രമല്ല, ഒത്തിരി ഇഷ്ടപ്പെട്ട് കേട്ടോ. എന്നെ കാണാൻ വന്നതാണ് ചേച്ചിയൊക്കെ. ചേച്ചിയും മോളും മോനും എല്ലാരും കൂടിയാ വന്നത്. ചേച്ചി വന്നിട്ടില്ല, മോളും ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ യുദ്ധമൊക്കെ ആയി കഴിഞ്ഞതുകൊണ്ട് തിരിച്ചു പോകാൻ പറ്റിയില്ല. അപ്പം അതിനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. കൊള്ളാല്ലേ, സൂപ്പർ അല്ലേ? 7:45. ഇന്നലെ അതിലും താമസിച്ചാ വന്ന്. നല്ല രസമുണ്ട്, നല്ല കളർ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു പാക്കറ്റ് പാല് മേടിച്ചു. അമ്മയ്ക്കാ മേടിച്ചു. നമ്മള് പാല് വാങ്ങിക്കൽ നിർത്തിയായിരുന്നു, കുറച്ച് വെച്ചായിരുന്നു കേട്ടോ. അപ്പം പിന്നെ മുത്തിപ്പ വന്നപ്പോഴാണ് നമ്മൾ വീണ്ടും പാല് ഡെയിലി മേടിക്കാൻ തുടങ്ങിയത്. ഇവിടത്തേക്ക് അമ്മയ്ക്ക് മാത്രമായിരുന്നു നമ്മൾ മേടിക്കുന്ന ഈ ഇടയായിട്ട്. അപ്പൊ പിന്നെ വീണ്ടും അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് പാല് മേടിച്ചോണ്ട് കൊടുക്കും, ഞങ്ങള് കട്ടൻ ചായയാണ് കുടിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇവിടത്തേക്ക് പാല് വേണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു മൊണാക്കോടെ ബിസ്ക്കറ്റ് കഴിക്കാൻ തോന്നി, അതിൽ ഒരു പാക്കറ്റ് മേടിച്ചു. പിന്നെ നമ്മുടെ നെയിൽ പോളിഷ് റിമൂവറും മേടിച്ച്. പിന്നെന്തുവാ, പൂവമ്പഴം മേടിച്ചു. ഇവിടെ ഏതാണ്ട് ഇന്നലെ നമ്മൾ കൊണ്ടുവന്നേ, ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവന്നായിരുന്നു. അത് എന്താണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൂവമ്പഴമൊക്കെ മേടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മാമിയുടെ അടുക്ക കയറണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ മാമി വിളിച്ചു. ഇന്ന് മാമി ഏത്തക്ക തോരൻ വെച്ചു, തരാൻ വേണ്ടിയിട്ട് വിളിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ. എനിക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഉണ്ട്. മാമി അവരെല്ലാരും ഇന്ന് അമ്മയുടെ അടുക്കലുണ്ടായിരുന്നു. ഇന്ന് മുത്ത് പോയി കൊണ്ടുവന്ന് മുത്ത് ഇവിടെ ഉണ്ടായിരുന്നു. മുത്തു മോനിക്കുട്ടനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ മുത്തിനെ വിളിച്ച് മാമി അമ്മയുടെ അടുക്കലോട്ട് പോയേക്കുമായിരുന്നു. ഉച്ചയ്ക്കാണ് തിരിച്ചു പോയത്. അപ്പം അമ്മയ്ക്കും വേണമെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു, പക്ഷെ അമ്മയ്ക്ക് വേണ്ട, തോരൻ വേണ്ടെന്ന് പറഞ്ഞു. അമ്മയ്ക്കും ഏത്തക്ക കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അമ്മ അപ്പം മെഴുക്കുവരട്ടി വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ പ്രിയങ്ങളെ. പിന്നെ ഇന്ന് താമസിക്കാൻ കാരണം, ഒന്ന് ഈ ഫോണിന്റെ
സ്ക്രീൻ ഗാർഡ് എല്ലാം പാളീസായിരിക്കുമായിരുന്നു. 2 ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് പൊട്ടിയിരിക്കുമായിരുന്നു. ഒരെണ്ണം ഞാൻ എപ്പോഴോ ഒന്ന് മാറ്റിയായിരുന്നു. എനിക്കതങ്ങനെ വലിയ ഇതില്ല കേട്ടോ, മാറ്റണമെന്നുള്ള തോന്നലൊന്നുമില്ല. ഈ സ്ക്രീൻ ഗാർഡ് ഒന്നും പൊട്ടിയാൽ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഈ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് പൊട്ടിയായിരുന്നു. അപ്പോൾ ഇന്ന് മുത്ത് അത് മാറാൻ അങ്ങോട്ട് കൊണ്ടുപോയി. മുത്തിൻ്റെയും ഫോണിൻ്റെ മാറണമായിരുന്നു, ഇതിൻ്റെയും മാറി. അതുകൊണ്ട് കുറേ താമസിച്ച് അവിടെ ഇതിൻ്റെ കറക്റ്റ് ഇതിന് ഈ മോഡലൊക്കെ വെച്ച് നോക്കിയൊക്കെ എടുത്തപ്പോൾ താമസിച്ചു. പിന്നെ എന്താ പറയുന്നത്, ഈസ്റ്ററൊക്കെ വരുമല്ലോ, ഇവർക്ക് 2 ഷർട്ടും എനിക്കൊരു ടോപ്പും ഒക്കെ മേടിച്ചു. ടോപ്പ് മേടിച്ചത് എനിക്കൊരു ബ്ലാക്ക് കളർ ടോപ്പ് മേടിച്ചതാണ് കേട്ടോ. അത് ഞാൻ ദുഃഖ വെള്ളിയാഴ്ചയുടെ അന്ന് ഇടാന്നും കണ്ട് മേടിച്ചതാണ്. ഞാൻ ഉദ്ദേശിച്ച് പോയതല്ല കിട്ടിയത്, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ട് തന്നെയാണ് മേടിച്ചത് കേട്ടോ. ഇഷ്ടപ്പെട്ട് ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചത് ഒരു കോഡ് സെറ്റ് വാങ്ങിക്കണമെന്നാണ്. പക്ഷെ അത് പ്യുവർ വൈറ്റ് ആയിപ്പോയി. പ്യുവർ വൈറ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നത് നോക്കിയാണ് പോയത്. അതാകുമ്പോൾ നമുക്ക് വേറെ എങ്ങോട്ടേലുമൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ. അപ്പം നോക്കി വന്നപ്പോൾ ഇത് കണ്ണിൽ പെട്ടു. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കൊരു ടോപ്പും അവർക്ക് പിന്നെ ഷർട്ടും മേടിച്ചു. പിന്നെ ഇന്നേഴ്സും ഒക്കെ വേണമായിരുന്നു, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കയറിയാണ് താമസിച്ചത് കേട്ടോ. ഇന്ന് മഴയില്ലാഞ്ഞുകൊണ്ട് അങ്ങ് കയറിയതാണ്. ഇന്നലെ മഴക്കോളായതുകൊണ്ട് അതിന് കയറിയില്ല. ബാക്കി വേറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ സമയമായി. ഇപ്പം ഇനി ഞാൻ കുളിച്ചിട്ട് വരട്ടെ. അവർക്ക് ദോശ ഉണ്ടാക്കാനുള്ള മാവുണ്ട്, എനിക്ക് ചോറ് ഇരിപ്പുണ്ട്, ചമ്മന്തി ഇരിപ്പുണ്ട്. അതൊക്കെ മതിയായിരിക്കും, ചോദിക്കാം. പിന്നെ മേടിച്ച ഷർട്ടാണ് MCRൻ്റെ ഒരു ക്രീം കളർ ഷർട്ട്, പ്ലെയിൻ ഷർട്ട്. പിന്നെ മോനിക്കുട്ടന് ഇത് ഒരു ടീഷർട്ട് വാങ്ങിച്ചു, ഇതും മേടിച്ചു, ഇതും വാങ്ങിച്ചു. ദുഃഖ വെള്ളിയാഴ്ച ഇടാന്ന് മേടിച്ചതാ കേട്ടോ. ഈ കളറല്ല, ഒരു ഡാർക്ക് കളർ ഉണ്ട്, പക്ഷെ അത് ഫുൾ ഹാൻഡ്. അത് അവൻ അങ്ങനെ ഇടത്തില്ല, അതിന്റെ ബട്ടൺസും ഒക്കെ പോയൊക്കെ ഇരിക്കും. അതൊക്കെ റെഡിയാക്കി എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മെഷീൻ സാധനങ്ങളൊന്നും എവിടാന്നൊന്നും അറിയത്തില്ല. പിന്നെ എൻ്റെ ടോപ്പ് കാണിക്കാനേ, ഞാനൊന്നൊന്ന് ഇട്ട് നോക്കിയിട്ട് അവിടെ ഇട്ടാ കറക്റ്റാണ് സൈസ്. ഈ കളറ് ക്രീം കളറ് പാൻറ്റും ഷോളും ഇടാം എന്ന് വിചാരിച്ചു. നേരത്തെ ഇതേപോലത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഈ മെറ്റീരിയൽ അല്ല, കോട്ടൺ ആയിരുന്നു. അത് പെട്ടെന്ന് പോയി. കൈയുടെ അവിടെ ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. കൈക്ക് ലൈനിങ് ഇല്ല കേട്ടോ. കുറച്ച് ഫ്രില്ലൊക്കെ ഉണ്ട്. സൈസൊക്കെ കറക്റ്റാണ്. ഇപ്പൊ ഇട്ട് നോക്കിയപ്പോ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ മുകളിൽ കൂടെ ഇട്ടത്. നോക്കാം. പിന്നെ 90 രൂപയുടെ ഒരു ടീഷർട്ട് വാങ്ങിച്ചു, വീട്ടിലിടാം. മോനിക്കുട്ടന് കേട്ടോ. ദിവസം 3-4 നേരം കുളിക്കുന്നില്ല. അപ്പൊ ഈ ഡ്രസ്സെല്ലാം കഴുകി ഒരുമാതിരി പരുവത്തിലാണ്. അതുകൊണ്ട് വീട്ടിലിടുന്നതൊക്കെ ഇതായിട്ടിരിക്കും. അപ്പൊ ഇതല്ലേ ഓർമ്മ. ഉച്ചയ്ക്ക് മോനിക്കുട്ടൻ്റെ പാചകമൊക്കെ ആയിരുന്നു. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കി 2 പേരുടെ ചോറൊക്കെ ഉണ്ടു. ചോറല്ല, മുത്ത് ദോശയാണ് കഴിച്ചത്. മോനിക്കുട്ടൻ ചപ്പാത്തി, ചോറെടുത്തില്ല. പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. പിന്നെ ഇന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് ഒരു കോള് വന്നത്. മോനിക്കുട്ടന് സ്കൂളിൽ എല്ലാ സ്കൂളുകളിലും ഈ നവോദയ വിദ്യാലയങ്ങളിൽ നിന്നുള്ള സർവേ നടത്തുമല്ലോ. അങ്ങനെ സർവേ നടത്തി എന്തോ എക്സാമോ എന്താണ്ട് ഉണ്ടായിരുന്നു അവിടെ. അതിനകത്ത് മോനിക്കുട്ടനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവ നാളെ വേറെ കുട്ടികളുണ്ട് കേട്ടോ. അപ്പൊ ഇവിടുന്ന് നമ്മൾ കുട്ടികളെ കൊണ്ടുചെല്ലണം. അവിടെ ഒരു സ്കൂളിൽ, കുമ്പഴ ഒരു സ്കൂളുണ്ട്, അവിടെ കൊണ്ടുചെല്ലണം. അവിടെ നാളെ എന്തുവാ ക്ലാസ് ആണോ, എന്തെങ്കിലും ഇവർക്ക് ട്രെയിനിങ് ആണോ എന്ന് അറിയത്തില്ല, എക്സാം ആണോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നാളെ മോനെ കൊണ്ടുചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോയി നോക്കാം. എനിക്ക് മോനിക്കുട്ടനും ചോറ്, മുത്തിന് ദോശ. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒട്ടിക്കാൻ നമ്മളൊരു ഷോപ്പിൽ കയറി കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ പഠിച്ച ഒരാളിനെ കണ്ട്.
ഞങ്ങളുടെ ക്ലാസ്സിലെ അസംബ്ലിയിൽ ഏറ്റവും ഫ്രണ്ടിൽ ആളായിരുന്നു. അത്ര ഹൈറ്റ് ഇല്ലാത്ത ഒരു കുഞ്ഞി പയ്യനായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കണ്ടപ്പം മനസ്സിലായി, എന്നോട് വന്ന് മിണ്ടിയേ. അപ്പം ഇന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ മനസ്സിലാവത്തില്ലെന്ന്. കാരണം ഞാൻ ഒരുപാട് മാറ്റം എനിക്ക് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം വണ്ണം വെച്ചു, മുടിയൊക്കെ പോയി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ. പക്ഷേ പ്രദീപ് എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. പ്രദീപിന് വലിയ മാറ്റമൊന്നും വന്നില്ല. അന്നത്തെക്കാട്ടിലും കുറച്ചുകൂടെയൊക്കെ നീളമൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും ചെറിയ ഒരാൾ തന്നെയാണ് ഇപ്പോഴും കേട്ടോ. അപ്പം എന്നോട് വന്ന് മിണ്ടി എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. എന്താ പറഞ്ഞ ആങ്ങളുടെ കാര്യം ചോദിച്ചു. അവൻ കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു. ഇപ്പോഴും എൻ്റെ കൂടെ പഠിക്കുന്ന പലരും ആങ്ങളെ കല്യാണം കഴിച്ചോ എന്ന് ചോദിക്കും. അവൻ കല്യാണം കഴിച്ചു, അവൻ 2 മക്കളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ അവർക്കൊക്കെ അതിശയമാണ്. കാരണം അവരുടെ മനസ്സിൽ ഇപ്പോഴും അവൻ കുഞ്ഞു ചെക്കനാണല്ലോ. അപ്പം ഈ പ്രദീപ് എന്നോട് ചോദിച്ചു ആങ്ങളെ എന്തിയെ കല്യാണം കഴിച്ചോ എന്നൊക്കെ കേട്ടോ. ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചു, 2 മക്കളുണ്ട് എന്നൊക്കെ. അപ്പം മുത്തവിടെ നിൽക്കുന്നുണ്ടപ്പോൾ ഇതാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോനാന്ന്. ഞെട്ടിപ്പോയി കേട്ടോ. ഞാനപ്പം ചോദിച്ചു പ്രദീപിൻ്റെ മക്കളൊക്കെ എത്രയായെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരാൾ 5ാം ക്ലാസ്സിലും ഒരാൾ അംഗൻവാടിയിലും പഠിക്കുവാന്ന്. അയ്യോ, നമ്മുടെ സാധാരണ അങ്ങനെയാണല്ലോ. നമ്മളിപ്പം പെൺപിള്ളേരെയൊക്കെ നേരത്തെ കല്യാണം കഴിപ്പിച്ചാലും ആൺകുട്ടികളൊക്കെ കുറേ താമസിക്കുമല്ലോ നമ്മുടെ പ്രായമുള്ളവരൊക്കെ കല്യാണം കഴിക്കാൻ. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ തമ്മിൽ ഒരുപാട് പ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ എൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഞാനും വേറെ 1-2 പേർക്കും മാത്രമേ ഇത്രയും വലിയ മക്കളൊക്കെ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കുഞ്ഞി മക്കളൊക്കെ തന്നെയാണ്. അയ്യോ, അങ്ങനെ പ്രദീപിനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പുറകോട്ട്. കുഞ്ഞി ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചതാ കേട്ടോ, കുഞ്ഞി ക്ലാസ്സിൽ. ചോറൊക്കെ ഞാൻ ചൂടാക്കി വെച്ചേക്കുന്നു. നാളെ കുറച്ച് ദോശ ഉണ്ടാക്കാനുള്ള മാവും കൂടെ ഒക്കെ ഉണ്ട്. ദോശ റെഡി. ചോറുണ്ണാനുള്ള കൂട്ടാൻ ചമ്മന്തിയും, ഇന്നലത്തെ കപ്പ കഴിക്കാനുള്ള ചമ്മന്തി, മാമി തന്ന തോരൻ, മുത്തിന് പിന്നെ തക്കാളി ചമ്മന്തി ഇച്ചിരി ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ഉള്ളേ, വേറെ ഒന്നും ഇല്ല. ഇതിൻ്റെ കൂടെ ചമ്മന്തിയും ഈ തോരനുമേ ഉള്ളൂ. പിന്നെ വേറൊന്നും ഇല്ല. വേണ്ട തോരൻ വിളമ്പട്ടെ. ചോറ് വിളമ്പി, തോരൻ ഫേവറേറ്റ് തോരൻ ഇച്ചിരി ഏറെ എടുക്കാൻ പോവാം. മുത്തിന് വേണോടാ ഈ തോരൻ ദോശയുടെ കൂടെ? എനിക്ക് ഇഷ്ടം, പക്ഷെ ചോറിനോടെ കഴിക്കത്തുള്ളൂ തോരനൊക്കെ. എന്നാ വേണ്ട, യോജിത്രേ ഉള്ളൂ. വേണ്ട ഈ ചമ്മന്തി ഉണ്ട്. ഞാൻ ഇമ്മണി ചമ്മന്തി എടുത്തിട്ടുണ്ട്, മാങ്ങാ ചമ്മന്തി. ഇത് മുത്തെടുത്തോ. ഇതാണ് ഇന്നത്തെ മെയിൻ ആള്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ അത്താഴം. മോനുകൂട്ടം കഴിക്കുന്നു, മുത്ത് കഴിക്കാൻ എടുക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം പ്രിയങ്ങളെ. എല്ലാവരോടും സ്നേഹം, സന്തോഷം. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.